ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സർക്കാരിന് ഇപ്പോൾ തലവേദന കൂടിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ മുഖങ്ങൾ തെളിഞ്ഞു വരികയായിരുന്നു. എന്തിനു പറയുന്നു, മുൻ മന്ത്രിയെ വരെ വിഷയത്തിൽ ചോദ്യം ചെയ്യുക വരെ ചെയ്തതാണ്. പക്ഷേ ഇതുവരെയായിട്ടും കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. പക്ഷേ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയും തന്ത്രിയുടെ വീട്ടിൽ SIT സംഘം പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തു. മന്ത്രിയെ രക്ഷിക്കാനാണോ തന്ത്രിയെ കുടുക്കിയത് എന്നുള്ള സംശയങ്ങളും ഉയരുന്നുണ്ട്. ഇപ്പോഴിതാ വിഷയത്തിൽ മറ്റൊരു വഴിത്തിരിവ് വന്നിരിക്കുകയാണ്. അന്വേഷണം കൂടുതലായി വ്യാപിപ്പിക്കുകയാണ് ഇപ്പോൾ. അതായത് കട്ടിളപ്പാളികളിലെയും ദ്വാരപാലക ശില്പങ്ങളിലെയും സ്വർണം കടത്തിയതിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. എന്നാൽ ശബരിമലയിൽ മാറ്റി സ്ഥാപിച്ച കൊടിമരത്തിലേക്ക് ഇപ്പോൾ അന്വേഷണം നീണ്ടിരിക്കുകയാണ്. ഇനി കൊടിമരത്തിന്റെ നിർമ്മാണവും പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കും. ശബരിമലയിൽ 2017 കൊടിമരം മാറ്റി സ്ഥാപിച്ചത്. പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായിരുന്ന സമയത്താണ് കൊടിമരം മാറ്റി സ്ഥാപിക്കുന്നത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം SITയും ദേവസ്വം വിജിലൻസും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. തന്ത്രി കണ്ഠര് രാജീവരുമായി ബന്ധപ്പെട്ട പലരിൽ നിന്നും SIT സംഘത്തിന് ലഭിച്ച മൊഴിയിൽ നിന്നാണ് കൊടിമരം മാറ്റി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് 2017 കൊടിമരം മാറ്റി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരുന്നത്. കൊടിമരത്തിലുണ്ടായിരുന്ന വാജിവാഹനത്തിനും അഷ്ടദിക്ക് പാലകന്മാർക്കും വർഷങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു. കൊടിമരം മാറ്റി സ്ഥാപിക്കുമ്പോൾ ഈ വാജിവാഹനം തന്ത്രിയുടെ പക്കൽ ഏൽപ്പിച്ചു. എന്നാൽ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ അഷ്ടദിക് പാലകന്മാർ എവിടെയാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന വാജിവാഹനം തന്ത്രി കണ്ഠര് രാജീവര് കൈവശം വെച്ചിരിക്കുകയായിരുന്നു. വർഷങ്ങൾ പഴക്കമുള്ള ശില്പമാണ് വാജിവാഹനം. 11 കിലോ തൂക്കം വരുന്ന പഞ്ചലോഹത്തിൽ സ്വർണം പൊതിഞ്ഞതാണിത്. 2017 ശബരിമലയിലുണ്ടായിരുന്ന വളരെ മൂല്യമുള്ള വാജിവാഹനം തന്ത്രി വീട്ടിലേക്ക് കൊണ്ടുപോയത്. കട്ടിളപ്പാളി വിഷയത്തിൽ തന്ത്രിയുടെ അറസ്റ്റിന് ശേഷം SIT സംഘം തന്ത്രിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ഈ വാജിവാഹനം കണ്ടെത്തുകയും ചെയ്തു. നേരത്തെ തന്ത്രിയുടെ അറസ്റ്റോടെ ഈ വിഷയം മൂടിക്കെട്ടി മന്ത്രിയെ ഇതിൽ നിന്നും രക്ഷിക്കാമെന്നാണ് സർക്കാർ കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയിരിക്കുകയാണ്. കൊടിമരം മാറ്റി സ്ഥാപിച്ചതിനും കൂടെ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ഇനിയും പുതുമുഖങ്ങൾ തെളിഞ്ഞു വരുമെന്ന് ഉറപ്പാണ്. അതിലിനി ഏതൊക്കെ മന്ത്രിമാർ ഉൾപ്പെടുമെന്നാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. ഒപ്പം മുഖ്യന്റെ പങ്കും SIT സംഘം പുറത്തു കൊണ്ടുവരുമോ എന്നും കേരളക്കര നോക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ഇടത് സർക്കാരിന് കനത്ത പ്രഹരമായിട്ടുണ്ടെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വീണ്ടും കനത്ത തിരിച്ചടി തന്നെ നേരിടേണ്ടി വരും.